ഹലോ ഫ്രണ്ട്സ്. എന്താ ഇന്നത്തെ വ്ളോഗിൽ മാളൂട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കണം പറഞ്ഞത്. ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിക്കണത്. ഇനി മൂബിക്കാക്കൊക്കെ പോകണം അല്ലേ? നിന്റെ മമ്മി വിളിക്കുന്നു, അമ്മച്ചി വിളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മെല്ലെ സംസാരിക്കാൻ പറ്റും, കാരണം മാളൂസ് ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിരുന്നു. സോ മൂബിക്കാക്ക ലിച്ചുവിനെ കൂട്ടിയിട്ട് വരും. 4:30 ആയിട്ടുള്ളൂ ഗൈസ്. അപ്പം ലിച്ചുവിനെ കൂട്ടിയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കുക. അപ്പം വരുമ്പോൾ എന്താണെന്നറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം എപ്പോഴത്തെയും പോലെയല്ല. ഇന്നലെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞിട്ടുണ്ട് ആള്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. യെസ്, ഞാൻ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് വരാം. ഗൈസ്, അവരെത്തി ഗൈസ്. ഏഴ് മാസമായി വന്നിട്ട്, 7 മാസമായി കണ്ടിട്ട്. ഇന്നലെ കരഞ്ഞപ്പോൾ എനിക്ക് വിഷമായിരിക്കും. പോയി കട്ടുമ്മ കിടക്ക്, അതൊക്കെ പിന്നെടുത്ത് വെക്കാം. അപ്പുറത്ത് കിടക്ക്. മാളു മമ്മ വ്ലോഗ് എടുക്കുക. മാളു സത്താഴത്തിന് എണീക്കണ്ടോ നോമ്പെടുക്കാൻ? എന്തിരി മാളു? ആരാ? എണീക്കണ വരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമല്ല, അതുകൊണ്ട് ഞങ്ങൾ എണീപ്പിച്ച്. ഹലോ, വിചാരിച്ചില്ല ഇന്നലെ അല്ലേ? കരഞ്ഞപ്പോ തന്നെ പാക്ക് ചെയ്തില്ല ചുക്കുഞ്ഞാൻ. സന്തോഷായോ? എണീക്കും കളിക്കാന്. എന്താ പറഞ്ഞ? ഇന്നലെയോ? ലിച്ചുവിന്റെ എന്തെങ്കിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നീ ഇനി ലിച്ചുവിനെ വിളിക്കാനൊന്നും നിൽക്കണ്ടട്ടോ മാളു, ഇത്രയും വിളിച്ചിട്ട് ഓള് വന്നില്ലല്ലോ, ഇനി ഓളെ മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. മൂബിക്കാക്ക് പറഞ്ഞ് ലിച്ചുവിനോട് മിണ്ടണ്ട കേട്ടോ, ഇനി ഓള് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മാളു ഇല്ല ഞാൻ മിണ്ടും, ഞങ്ങളിനി തെറ്റൂല എന്നൊക്കെ പറഞ്ഞു. എത്ര ദിവസം ഉണ്ടാവുന്ന കാണാല്ലേ? ഓക്കെ, എന്താ ലിച്ചു? ഫോണ് മാത്രം ഇടാന് തുറക്കാനും കിട്ടില്ല ചില സമയങ്ങളിൽ. വാവ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് എന്തായിരിക്കും മാളു? അങ്ങോട്ട് ചാകരേ? എന്താ? ലിച്ചു എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. മാള് പോയി, ഐ മീൻ ഞാൻ അമ്മച്ചി കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. അത് ഓഹോ, അങ്ങോട്ട് നീങ്ങുന്ന. ഓക്കെ, ഓണാക്കിയോ? അപ്പൊ ഈ കവർ നിറയെ എനിക്കുള്ള സാധനങ്ങളാണ് ലിച്ചു. എന്താന്ന് അതിലുള്ളത് എനിക്ക് സത്യമായിട്ട് എന്താ അറിയില്ല. എന്താന്ന് വെച്ചാല് അതിലൊരു അരി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങക്ക് നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിടാം. അത് ഞാൻ എന്റെ കാണിക്കാം. നല്ല ആളെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിരിക്കണേ.
അപ്പം മിനറൽ വാട്ടർ അൺബോക്സിംഗ് ഓ ഇത് ബസ് ദരിദ്രം. ഞങ്ങള് നിസ്കാരക്കുപ്പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ മെഹക് ഫാഷനിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താ ചുക്കാപ്പിയോ? അത് ഇതെന്താ? അത് ഞാൻ പൊലിച്ചക്ക് തിന്നാൻ വെച്ച ബിരിയാണി. വയനാട്ടിൽ ബിരിയാണിയും കൊണ്ട് വന്നിരിക്കുക. അത് ഞാൻ രാവിലെ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ അത് ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നതാ. സ്പെഷ്യൽ അല്ല, ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഉമ്മച്ചി. ഇല്ല, ഉമ്മച്ചി തന്നില്ല. ഇത് എനിക്ക് മാത്രം കഴിക്കാനുള്ളതാണ്. ഇത് ഉമ്മച്ചീന്റെ സ്പെഷ്യൽ അച്ചാറ. എടി കുപ്പി പൊട്ടിയിട്ടുണ്ടല്ലോ. അത് വര വീണതാണ്. നോക്കട്ടെ, അമർത്തിയൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടോന്ന്. ഒരു എണ്ണമയം ഇങ്ങനെ ചെറുതായിട്ട്. എന്നാ മാറ്റി. ഇത് ഉമ്മച്ചീന്റെ സ്പെഷ്യൽ അച്ചാറാണ് ഗൈസ്. നോമ്പ് ബാങ്ക് കൊടുത്തിന് ഞാൻ പിന്നെ കാണിച്ചിട്ട്. അതിനുള്ളിലില്ല. ഇതെന്താ? അയ്യോ, ഇതാണ് ഗരം മസാല. ഇത് എത്ര ബിരിയാണിക്ക് തകി? ഇത് ഉമ്മച്ചി സ്വന്തം ഹാൻഡ് മെയ്ഡ് ഗരം മസാല. ലൈറ്റ് ഉണ്ടോ? ഇത് കൊണ്ടുവന്ന ആൾക്ക് അറിയില്ല എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷെ ഉമ്മച്ചിക്കും അത് ബാഗിൽ ഉമ്മച്ചി വണ്ടിയിലെടുത്ത് വെച്ചപ്പോഴാണ് അത് കൊണ്ടുപോകാനുള്ളതാണ്. ഇതാണ് നോമ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട പത്തിരിപ്പൊടി ഉള്ളിലുണ്ട്. ഓക്കെ, ഇതാണ് അൺബോക്സിങ് ഗൈസ്. ബിരിയാണി നല്ലല്ലോ വരുന്നേ, വയനാട്ടിന്നല്ലേ. ഇതും ഞാൻ ബസ്സിന്ന് വെച്ചതാണ്. കാരണം വേറെ സ്ഥലം കിട്ടിയില്ല. എടുത്ത് വെക്കുക, എന്നിട്ട് വൈകുന്നേരം എന്താ സ്ഥിതി നോക്കാം. എന്തായാലും ഉമ്മി ഉണ്ടാക്കി ബിരിയാണി. അത് ഇത്തിരി ഉള്ളൂ, മാളൂസ് തിന്നാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പൊലിച്ചക്ക് തിന്നാൻ എനിക്ക് ഇത്തിരി മതിയാൻ്റെ എടുത്താണ്. ഓക്ക് നോമ്പാണോ? എന്നാ ഉച്ചക്ക് തിന്നാ പോരെ. ബിരിയാണി കൊണ്ടൊരു കളിയായിപ്പോ. നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് നോക്കണം. മുടിയൊക്കെ ഉള്ളിലാക്കണം. സോ ബ്യൂട്ടിഫുൾ. ഇഷ്ടായോ മാളുവിന്? ഞങ്ങളെ പുതിയ മെഹക് ഫാഷനിൽ ലോഞ്ച് ചെയ്യാനുള്ള നിസ്കാരക്കുപ്പായാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വേറെ വീഡിയോ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടും. അപ്പം മാളു നിസ്കാരക്കുപ്പായ മാളുവിന് ഇഷ്ടമായോ? എന്താ ലിച്ചു നോക്കണേ, അലമുറയിൽ നിന്റെ സാധനം വെക്കാൻ സ്ഥലമേ ഇല്ല. ഞാൻ ഒരു അലമുറയും കൂടെ വാങ്ങിയാലോ എന്ന് വിചാരിക്കാം. പിന്നെ സ്ഥലം ഇല്ലാത്തോണ്ട് വാങ്ങാത്ത. മേലെ പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരതോ. യാ ഓഫ് കോഴ്സ് ഇല്ല. മനസ്സേ ഇഷ്ടായ? അപ്പൊ ഞങ്ങള് നിസ്കാരക്കുപ്പായത്തിന്റെയും നിസ്കാരപ്പായന്റെ ഒക്കെ പുതിയ വീഡിയോ ഉണ്ട്. പുതിയ നിസ്കാരപ്പായ ഒക്കെ ഉണ്ട്. ഉമ്മച്ചി ഉമ്രക്ക് പോയി വന്നപ്പോ കൊണ്ടുവന്നേ. അതിന്റെ നാശാക്കി, എന്റെ അൽമറ നാശാക്കി. ഇങ്ങനെ തുറന്നില്ല, ഇങ്ങനെ ആക്കിയിട്ട് തുറക്കുന്നില്ല. നാശായതാ. ടെക്നോളജി അല്ല നാശായതാ. എന്താ നോക്കണേ? ഇല്ല, എവിടെയും സ്ഥലമില്ല. ഒരലമറ വാങ്ങാം. അതെ, ഉമ്മച്ചിക്ക് അറിയാം. അയ്യോ, അതൊക്കെ ഒതുക്കി വെക്കാനുണ്ട്. ഇതൊക്കെ തുറന്ന് കാണിച്ചെടുക്കില്ല നീ. അല്ല, അത് കിടന്നിറങ്ങുമ്പോ മറ്റേ സാധനം. പക്ഷെ ഇടലില്ലാന്ന് മാത്രം. എന്താ ലിച്ചോ, ഇതൊക്കെ ഞാൻ നിന്നെ കണ്ടല്ലേ പഠിച്ചത്. ലിച്ചു തട്ടൊക്കെ ഇടുന്ന റമദാൻ മാസം ആയതുകൊണ്ടാ. നിനക്ക് അങ്ങനെ ചേരുന്നില്ലെന്ന് വെച്ചാൽ നോക്കട്ടെ. നിനക്ക് വെസ്റ്റേൺ ഡ്രസ്സാണ് ചേരുന്നത്. ഇങ്ങോട്ട് തിരി. ഗൈസ്, അപ്പൊ ഞാൻ നിസ്കാരക്കുപ്പായത്തിന്റെ വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് ഷോർട്സ് ആയിട്ടൊക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത് ഊരി വെച്ചോ മാളു. എന്താ കാട്ടണ ലിച്ചു? ഈ സ്ഥലമില്ലാത്തതിൽ കൂടെ സ്കൂട്ടർ ഓടിക്കുന്നുണ്ടോ? എണ്ണടിക്കാൻ മാറി നിന്നോ മാറി. ആ, എന്റെ ചെരുപ്പ് സ്റ്റാൻഡൊക്കെ അടിച്ചിടുമ്പോ
എന്തിനാ നിനക്കത് നിന്റെ ഡ്രസ്സ് വെക്കാനോ? എടി ഞാൻ ഈ ചെരുപ്പൊക്കെ എന്താ കേട്ടോ സ്റ്റെപ്പിന് മേലെ മുതൽ താഴെ വരെ വെക്കേണ്ടി ഉള്ളൂ. ഇളിച്ചു കേട്ടോ മാളൂസിന്റെ ടെന്റ് ഹൗസിന്റെ ഉള്ളിൽ ഇട്ടോന്ന് ഡ്രസ്സൊക്കെ. ഫ്രിഡ്ജിലാണ് ഡ്രസ് വെക്കണേ. ഞാൻ കണ്ടു ആങ്കർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. തൂക്കിയിട്ടോന്ന് പറഞ്ഞത് മാള് ഇതില് തൂക്കിയിട്ടിട്ട് ഇവിടം വരെ ഡ്രസ്സുകളാ. പിന്നെ ഇതിൽ എന്ത് തൂക്കിയിടാൻ ഉദ്ദേശിച്ചാവോ? അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ കളിക്കാനും നിരത്തി വെച്ചിക്കണം. മുവികാക്ക് ഈ ഒച്ചപ്പാടിന്റെ ഇടയിൽ ഉറങ്ങാൻ പോവാത്ര. എങ്ങോട്ടാ? ഞാൻ എന്റെ ഫ്രണ്ടിനെ യെസ്, ജർമ്മനി പോവാണ് ഫ്രണ്ട്. അപ്പൊ എന്റെ ഹാപ്പി ജേർണി പറയൂ. മാളൂസ് എങ്ങനെയൊക്കെയാണ് ലിച്ചുവിന് പറഞ്ഞു വിടുന്നത്. ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞ് നെയ്ക്കിന് പോവാണ്. വന്നപ്പോ തൊട്ട് കളിക്കാൻ പിടിച്ചിരുത്തിയിരിക്കുന്നു. ഓക്കെ ബൈ. എന്താ അമ്മ ചെയ്യണേ? മാളൂസാണ് വ്ളോഗ് എടുക്കുന്നത്. എന്താ ഉണ്ടാക്കണേ? അമ്മ ഇന്ന് ഫസ്റ്റ് ഭയങ്കര ടയേർഡാണ്. പക്ഷെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചാലോ വിചാരിച്ചു ഞാന്. പക്ഷെ കുഞ്ഞാണ്ടി വന്നില്ലേ, അത് കാരണം നമുക്ക് ഉണ്ടാക്കാം. നോമ്പത്തറ നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആക്കാം. എന്താ ഉണ്ടാക്കണേ? ഉണ്ടാക്കണത് ചിക്കൻ കറി ഉണ്ട്, തേങ്ങയൊക്കെ അരച്ചിട്ട്. പിന്നെ ചിക്കൻ ലസാന ഉണ്ടാക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം സെറ്റ് ആവുമെന്ന് അറിയില്ല. കുറച്ച് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ കറി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഗൈസ് കറി ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കറി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തരച്ച് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം. മാലൂസ് ചോക്കോസ് കഴിക്കാൻ പോവാണ്. കുറച്ച് നേരത്തെ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നു. ഇനി ബിരിയാണി തരല്ലേ, ബിരിയാണി കഴിച്ച് മടുത്ത് പറഞ്ഞിരുന്നല്ലോ മുതൽ കഴിച്ചിട്ട്. ചോക്കോസ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ കയ്യിലൊക്കെ വെള്ളം? ചോക്കോസ് കഴിക്കാണോ സ്പൂണും കൊണ്ട്? ലിച്ചുക്കുഞ്ഞാണ്ടി വരും ഇപ്പൊ. എന്നിട്ടോ അതുകൊണ്ട് ഉറപ്പുണ്ട് അല്ലേ? ടെൻഷനില്ല. ഞാനിന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ബോൺലെസ് ചിക്കൻ, പിന്നെ ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇതിങ്ങനെ ജോയിൻ്റ് ആയി പോവാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അരച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് കുക്കായിക്കോളും. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. വേറെ മസാലയൊന്നും ചേർക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇടുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോസ് ഞാൻ ഇതിന് മുന്നേ ചോളം വെച്ചിട്ട് സാലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല ക്രീമി ആയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഞാൻ ഭയങ്കര തിക്കാക്കിയിട്ടില്ല. കാരണം നമുക്ക് ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോഴേക്കും ഒന്നും കൂടെ തിക്കാവും. അതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഞാനിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല ക്രീമി സോസി ചിക്കൻ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും സോയ സോസും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൈറ്റ് ആയിട്ടിരിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇനി അത് ആഡ് ചെയ്യാതെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ കറിയിൽ തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് കറി വെച്ചേ. പക്ഷെ കറി ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ല വറ്റിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വരട്ടിയൊക്കെ വെച്ച മാതിരി. അപ്പോൾ തേങ്ങ അരയ്ക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനായി. അപ്പം ഇനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാം.
അഥവാ ഇനി തേക്കുന്നുണ്ടെങ്കിലോ ഇനി എനിക്ക് ഉണ്ടാക്കാൻ വയ്യ ഗൈസ്. സോ തേങ്ങ അരക്കണം. തേങ്ങ അരച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. അപ്പോൾ കറിയിൽ ഫൈനലി തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് ഗൈസ്. മാളൂസ് എന്നോട് വർത്താനൊക്കെ പറയണതിൻ്റെ ഇടയിൽ അതും പോയി കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങാ? ഓക്കെ, ഗുഡ് നൈറ്റ്. ദോശയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, കലക്കി ചുട്ട ദോശ. ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല, ചിലർ നീർദോശ എന്നൊക്കെ പറയുന്നേക്കാം. ഞങ്ങൾ കലക്കി ചുട്ട ദോശ എന്ന് പറയാനുണ്ട്, കലക്കി ചുട്ട ദോശ, കലക്കി പറന്ന ദോശ, അങ്ങനെ ഓരോ പേരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല. അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ദോശ, അരി അരച്ചിട്ട് ചിലരുണ്ടാക്കും, അരിപ്പൊടി ചുമ്മാ കലക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് അത് ദോശക്കല്ലിൽ ചുട്ടെടുക്കും, അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതെല്ലാവർക്കും ഇഷ്ടമാണ് അതിവിടെ. കാരണം ഉണ്ടാക്കാനും ഈസിയാണ്, കുറേ മെനക്കേടില്ല, കഴിക്കാനും നല്ല സുഖമാണ്, നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. ചിക്കൻ കറീൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെയൊക്കെ നല്ല രസമായിരിക്കും. പച്ചക്കറീൻ്റെ കൂടെ രസമാണ് രാവിലേക്ക് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ദോശ, കലക്കി പറന്ന ദോശ. ലിച്ചു വന്നിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. അവൾ ആകെ കുഴങ്ങി, പുറത്ത് പോയിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് പുറത്ത് പോകുന്ന ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും ടയർഡായി മാളുവിൻ്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. മുമ്പിക്കാകെ ജിമ്മിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇതൊക്കെ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെ ഇഷ്ടമാണ്, അവർ ടയേർഡായിരിക്കുമ്പോൾ വേഗം എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഈ ദോശയ്ക്ക് നിങ്ങൾ പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇത് നല്ല മുരിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് ചുട്ട് തീർക്കാൻ വേണ്ടി വേഗം എടുക്കുന്നത്. ഇതിൽ ഞാനൊരു പീസ് ചീസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. ഇനി നമ്മൾ ഈ സമൂസ ഷീറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ലസാനിയ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുക. ചില വീഡിയോസൊക്കെ നോക്കി ഞാനൊരു ഈസി മെത്തേഡിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ സമൂസ ഷീറ്റൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇനി ലസാനിയ അല്ലെങ്കിൽ വേറൊരു സ്നാക്ക് എന്ന് വിചാരിച്ചാൽ മതി, ആ പേര് പറയുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. ഇത് റൗണ്ട് ആയിട്ടുള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ സമൂസ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. നമ്മളെ ക്രീമി ചിക്കൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ പിന്നെയും ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. എന്താണ് മക്കളെ, ഉറങ്ങി എഴുന്നേറ്റാ? മറ്റുള്ള പിന്നെ കുഞ്ഞാൻ്റെ എണീക്കണം നോക്കി ഇരിക്കുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്ത് നിന്റെ സഞ്ചിയൊക്കെ എടുത്തിരിക്കണം, നമുക്ക് അൺബോക്സ് ചെയ്യാം. ലിച്ചുവിൻ്റെ ബാഗ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ലിച്ചുവിൻ്റെ സ്കിൻ കെയർ സാധനങ്ങളാണോ ഉള്ളത്? ഇതോ സ്കിൻ കെയറോ? ഒരു റോസ് വാട്ടർ ഞാൻ വാങ്ങി കൊടുത്ത ഐഷാഡോ പാലറ്റ് ഉണ്ട്. അത് കുറേ കാലമായിട്ടുണ്ട്. അത് കുറേ കാലത്തിനുണ്ടല്ലോ. യെസ്. അവിടെ എന്താ മാള് നിരത്തി വെച്ചിരിക്കുന്ന ഫ്രോസൺ സെറ്റ് ഒക്കെ? ഞാൻ എണീക്കുമ്പോ ഓടിപ്പോയി കളിക്കാന് സമയം ഒരു 5 മിനിറ്റ്. അതുകൊണ്ട് രാവിലെ ഒതുക്കി വെച്ച് ഞാൻ സുബിക്ക് വന്നപ്പോ തന്നെ എണീക്കാൻ നിൽക്കായിരുന്നു. ലിച്ചു എയർപോർട്ടിൽ പോയി വരാൻ വെയിറ്റ് ചെയ്ത് വന്നതും ലിച്ചു കട്ടുമ്മക്ക്. എന്നിട്ട് കൊറേ നേരമായി എത്ര മണിക്ക് എണീക്കാന്ന് ചോദിച്ചു. 5 മണിയായി. നീ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യണോ മാളോ ലിച്ചു കുഞ്ഞാൻ്റെ? എന്ത് എനിക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ലിച്ചു. നോക്കട്ടെ, നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഇത് ഇട്ടാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ പോക്കറ്റിൽ കൊള്ളാത്ത കൊണ്ട് അത് വെച്ചാൽ ആക്ച്വലി ടേബിൾ മേലൊക്കെ നിന്നോളൂ. സ്റ്റാൻഡില് എനിക്ക് മേടിച്ചാണ്. അതെങ്ങനെയാ അത് സ്റ്റാൻഡ് നോക്കട്ടെ? അത് അതിലിട്ടോ ഞാൻ. എനിക്ക്
ഫോണിലിട് നോക്കണേ. ഫോണൊക്കെ കൈ കൊടുക്കുമ്പോ പേടിയായി. നോക്കട്ടെ, കാണിച്ചാ മാളു. നൈസ്. ആ സെറ്റ്. ബോംബ് പുറത്തേക്ക് പൊട്ടിത്തെറിക്കോ? ഇത് എന്ത് സിബല്ലേ? എന്തത് വീട്ടിലത്തെ ആങ്കറൊക്കെ കൊണ്ടുവന്നോ? മാളൂസിന് സന്തോഷായി. വാവ്, എന്തൊക്കെയാണ് ഇത്? ഇനി എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇതൊക്കെ അല്ലേ മാളു? എന്താ ഇതിപ്പോ? ഇതെന്ത് ബാഗ് മാത്രം? ബാഗിലൊന്നും ഇല്ലേ? ബാഗിന്റെ ഉള്ളില് ബാഗ്, ബാഗിന്റെ ഉള്ളില് ബാഗ്, പിന്നെയും ബാഗ്. ഇത് ഞാൻ വാങ്ങിച്ചു തന്നല്ലേ? ഇതൊന്നും ഉപയോഗിക്കല് തന്നെ ഇല്ലേ മോളെ? അല്ലാതെ പിന്നെ വാങ്ങിയതാ, മറ്റേ തീർന്നു. പിന്നെ തീരെ നീ എന്തത് തിന്നേ? മാളു ജനിച്ചപ്പോ തൊട്ട് വാങ്ങിച്ച ഹെയർ ബൺസ് ഫുള്ളുണ്ട്. ഉമ്മച്ചി ലിച്ചു എപ്പോ ഇവിടെ വന്നാലും എന്റെ അടുത്ത് നിന്ന് മുടിക്കൊടുക്ക് എടുത്തോണ്ട് പോകും. എന്തത്? അത് ജ്വല്ലറി ബോക്സ് ഒക്കെ കെട്ടുടുങ്ങി കിടക്കും കേട്ടോ ലിച്ചു. കിടങ്ങാണ്. ഞാൻ അതിനാണ് ഇത് വാങ്ങിയത്. ഇതെന്തിനാ അറിയോ? ഇത് എന്റേത് മാത്രം നിങ്ങൾ എനിക്ക് തരില്ലല്ലോ. ഇതെന്താ? ഹാങ്ങർ. ഹാങ്ങറൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടറിഞ്ഞ്. ഇതുണ്ടായിട്ടാ എവിടെ വെക്കുവല്ലേ? ഹാങ്ങർ ഇതിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ. ഏതില്? അലമറേന്റെ ഉള്ളിലോ? അവിടെ അല്ല മാളു, ഇപ്പുറത്ത് കണ്ടോ ലിച്ചു? ഈ രണ്ട് അലമറേന്റെ ഇടയിൽ കണ്ടോ? അവിടെ വെച്ചോ. അതാവുമ്പോ നൈസ് ആയിരിക്കും. അവിടെയും കൂടെ ഇനി ഫില്ലാവാനുള്ളൂ. ഇവിടെ അവിടെ നമുക്ക് കുത്തിക്കറ്റാം. അത് കുഞ്ഞാൻ്റെ വെച്ചോളും. ബാ, അതിന്റെ പരിപ്പ് എടുക്കണ്ട. ഇനി എന്തെല്ലാം ലിച്ചോ? ഞങ്ങക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കല്ല മണാലിന്ന് കൊണ്ടുവന്നതാ. മാളൂസിന്റെ തലയൊക്കെ കിടക്കണു നല്ല ഹെയർ ബൺ. ലിച്ചുവിന് ഓർമ്മ ഉണ്ടാവില്ല, കാണിച്ചു കൊടുക്ക്. ലിച്ചു മണാലിന്ന് കൊണ്ടുവന്ന് കൊടുത്തത്. ഏതിതോ? യുനോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇതിന് പറയാ? ഉനോ എന്നാണോ യുനോ എന്നാണോ? യുനോ കാർഡ് ഞങ്ങള് വാങ്ങി. എന്നിട്ട് എന്തെന്ന് വെച്ചാല് 3 പേരുണ്ടല്ലോ, 3 ആള് മുട്ട കൊടുക്കാത്ത ആൾക്കാരല്ലേ, 3 കാർഡ് അങ്ങനെ വെച്ചിട്ട് ആ ബോക്സിൽ ഇതുപോലെ നിങ്ങള് ഡൽഹി പോകുമ്പോ അങ്ങനെ എത്ര ആൾക്കാരാണ് പോകുന്നത്. 3 കാർഡ് ഇവര് മണാലിയൊക്കെ പോയി അടിച്ചു പൊളിച്ചു ഗൈസ്. ആ ഫോട്ടോസ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. ടിങ് 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 എന്ന് പറയുമ്പോ ഇവിടെ സ്ക്രീനിൽ വരും. വെട്ടി ഒട്ടിക്കാൻ ഞാൻ ഫോട്ടോസ്. ഞാൻ കണ്ടോ അറിഞ്ഞു കൊണ്ടുവന്നതാണ് സാധനങ്ങൾ. ഗൈസ്, ലിച്ചു ബാംഗ്ലൂരിൽ നിന്ന് കെട്ടിപ്പെറുക്കി കൊണ്ടുവന്ന സാധനങ്ങളാണ് അതൊക്കെ. ലിച്ചു ഇങ്ങനെ തീർത്ഥാടനം ചെയ്യുന്നു. എനിക്കൊരു റൂം വേണം. ലിച്ചുവിന് വേണ്ടി ഞങ്ങള് റൂം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇനി പുറ്റാനെന്താ, ബാഗിലൊക്കെ പോയിണ്ടാവും. എന്നാല് ആ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ബർത്ത്ഡേക്ക് ബോഡി സെറ്റ്? ഏത്? അതെന്താ? ഇതെന്താ ഇത്? എനിക്കറിയില്ലല്ലോ. ഹാൻഡ് വാഷ് അല്ല, ഹാൻഡ് ക്രീം. അത് നല്ല മണമുണ്ട്. ഒന്ന് കയ്യിൽ തേച്ചിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ വിലക്കരിയോ? നല്ല മണമുണ്ടല്ലോ. നിക്ക് അവിടെ നിൽക്ക്. നല്ല മണമാണ് അതിന് ഇങ്ങനെ തേക്കുമ്പോ. അതെന്താ എന്താ എന്താ പറയാൻ കാരണം? ഇത് നിക്ക് ഒന്ന് പിടിച്ചോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? എന്താ 5 മിനിറ്റ് കഴിയുമ്പോ റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ടോ കയ്യില്? 5 മിനിറ്റ് അവിടെ നിക്ക്. മണത്തിലാണോ വ്യത്യാസം? അതെ അതെ അതെ, മണം നല്ല വ്യത്യാസം. അതൊക്കെ എന്ത്? ലിച്ചുവിന്റെ സമ്പാദ്യമൊക്കെ അത് അവിടെ കിടക്കും. അയ്യോ, ഇത് ഞാൻ തന്നില്ലേ കുറച്ചു നേരത്തെ? ബസ്സിന് പോകുമ്പോ ഗൂഗിൾ പേയും കൊണ്ട് പോകണ്ടായിരുന്നു. എടി നല്ല സ്മെല്ലുണ്ടല്ലോ. എന്താ പറ്റത്തെ? ഹാൻഡ് ക്രീം മാത്രാണോ ചീത്ത സ്മെല്ല്? മാത്രം. ഇത് കുറച്ച് കഴിയുമ്പോ ഒരു മണം വരും. മീൻകറിന്റെ ഒരു മണം വരും. മീൻകറിയോ? അതാ മറ്റാൾ എന്തൊക്കെയാ ചെയ്യണേ? അപ്പത്തിനത് തേച്ച് കഴിഞ്ഞ്
ആ എന്താ തിളക്കം. അത് ശരി. ഇതിൽ ഇതാണ് ഏറ്റവും പറ്റാത്തത്. ഐ മീൻ പറ്റാത്തതല്ല, എന്താ പറയുക, ഇങ്ങനെ ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് കിട്ടുക. നോക്കട്ടെ, മറ്റേ ഡിസ്കോക്കൊക്കെ പോകുമ്പോടാ. അതെ, അതിനൊരു ഡിസ്കൗണ്ട് അവിടെ. കണ്ണടക്ക്. ഈ കൈൻ്റെ മണം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. നോക്കാം നമുക്ക്. നീ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഈ ക്രീമിന്റെ ഇതെന്താ സ്വർണ്ണ? ഇത് സ്വർണ്ണാണോ? ഏത് ജ്വല്ലറിയിലെ സ്വർണ്ണ? 2 പവനുണ്ട്. നീ ലക്ഷപ്രഭു ആയിപ്പോ. ആരായി? 2 പവനുണ്ട്. ഇത്താക്ക് തരാം. ഒന്നും നോക്കണ്ട. 50,000 റുപ്യ തന്നു. ആ അതെ, 2 പവന് 50,000 തരാന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. എനിക്ക് കൊള്ളൂല മോളെ, എനിക്ക് കൊള്ളൂല. ഞാൻ എന്റെ കൈന്റെ ഡബിൾ ഉണ്ടാവും എന്റെ കൈ. നോക്കട്ടെ. ആ നല്ല രസമുണ്ട്. അങ്ങനെ ഇട്, നീ എന്നിട്. അങ്ങനെ കൊള്ളറിയില്ല. എന്നാലും ഇത് നമ്മളെ പണ്ടത്തെ ചുറ്റിവള. അതെ അതെ. ഇതിനെന്താ പറയാ, ചുറ്റിവള. അത് നാശാക്കി. ഇവിടെ ഒരു റിങ്ങും കൂടെ ഉണ്ട്. ഇത് മണാലി പോയപ്പോ വാങ്ങിയതാണോ? എന്നിട്ട് നീ എന്തിന്റെ കൂടെ ഇതിടാ? നീ ജീൻസ് മനിയാണല്ലേ ഇടാ? ജീൻസും സോ നൈസ്. ഇങ്ങനെ ബൂട്ട്സ് ഇട്ട ആ കുർത്തിന്റെ കൂടെ രസം. വേറൊരു സീനാണ്. നൈസ് അല്ലേ? അയ്യേ, എന്റെ കണ്ണിലൊക്കെ ഇതാ വരച്ചു വെച്ചിക്കണ്. ഈ മാളൂസാണ് കേട്ടോ. മാളൂസ് ഇപ്പൊ ഭയങ്കര കുരുത്തക്കേടാണ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സിസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങിയിടുമ്പോ കിട്ടുന്നൊരു സുഖം കണ്ടോ, നല്ല രസല്ലേ? പതിവില്ലാത്തൊരു ഭംഗി. എന്താ പൊട്ടിച്ചേ? എനിക്ക് ഇതും ഇഷ്ടായി, ഇതും ഇഷ്ടായി. എന്റെ കയ്യിലുള്ള കുറെ എണ്ണം ഉണ്ട് ഇഷ്ടമില്ലാത്ത. അതൊക്കെ ചിലപ്പോ ലിച്ചുവിന് ഇഷ്ടാവും. എങ്ങനെയാണ് എന്റെ ചെറിയോ? ചെറിന്റെ കമ്മല വെക്ക്, ചെവിന്റെ അവിടെ വെക്ക്. നൈസ്. എന്താണ് എന്താ ഈ കമ്മലിന്റെ കാണികളല്ലേ? ഞാനോ? ഓട്ടല്ലേ? ഓട്ടുണ്ട്, ഓട്ടുണ്ട്. കമ്മലിടല് കുറവാ. തങ്കാരി മേളം, ഇതൊക്കെ ഇട്ടിട്ട് നല്ല ചുരിദാർ ഇടണം. എന്നിട്ടോ ശരി, സൂപ്പർ. ഇത് ഇങ്ങനെയൊക്കെ ചേരും ചിലപ്പോ ചില ഡ്രസ്സൊക്കെ. ഇതിലേക്ക് ഇതല്ല, കുർത്തക്ക് ചേരും. കുർത്തയല്ല, ടീഷർട്ട് ആണെങ്കിലും ചില ടൈപ്പ് ഓഫ് ഡ്രസ്സിന് ചേരും. രസമുണ്ട്, പക്ഷെ ചുരിദാറിന് നല്ല രസമുണ്ട്. അവള് മാല നിവർത്തി വെച്ച് തരുക തോന്നുന്നു. ചുമ്മാ മാലേന്റെ കെട്ടഴിക്കുന്ന പണിയിലാണ് ഗൈസ്. ഇത് വലിയൊരു ടാസ്ക്കാണ്. ആ കണ്ണൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കിക്കോട്ടെ നീ. കേട്ടോ 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 കേട്ടോ. ഇനി എന്താ ലലിച്ചു? ഇനി എന്തെങ്കിലും ഉണ്ടോ എനിക്ക്? അതിലെന്താ? പ്രാരാബ്ദം കെട്ടിപ്പേറിയാണ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. നാളെ ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്. അതെന്താന്ന് ഞാൻ നാളെ പറയാം. അപ്പം നാളെ അല്ല, നാളത്തെ വീഡിയോ ഇടുമ്പോൾ കാണാം. അതിലേക്ക് എനിക്ക് ഒരു ചുരിദാറിൻ്റെ കൂടെ ഇതിട്ടാലോ? ഞാൻ നാളെ എനിക്ക് നീ എന്തെങ്കിലുമൊക്കെ ഇടും. എന്താ ഉടുപ്പുണ്ടാവും? എനിക്ക് കൊള്ളൂല, അല്ലെങ്കിൽ അത് ഞാൻ തടിച്ചു പോയി. അതുകൊണ്ട് ഇത് എന്നോട് കമന്റിൽ ആരൊക്കെയോ ചോദിച്ചിരുന്നു ഇത് എവിടുന്നാ വാങ്ങിച്ചേന്ന്. ഇത് ഞാൻ ഫോറം മാളിൽ പോയ സമയത്ത്, അവിടെ ക്രിസ്മസിന് പോയ സമയത്ത്, അവിടെ ഇങ്ങനെ നമ്മൾ പുറത്തിങ്ങനെ എക്സിബിഷനൊക്കെ പോലെ ഫോറം മാളിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് വെച്ചാൽ ഷോപ്പല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വെക്കൂലേ, എന്താ പറയാ, ഇങ്ങനെ ഒരു കടയല്ലാതെ ഇങ്ങനെ നമ്മൾ സ്റ്റാളും അല്ല, ഇങ്ങനെ നമ്മളൊരു മറ്റേ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയ മാതിരി മാളിൻ്റെ ഉള്ളിൽ വെക്കി കിടക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉള്ളപ്പോൾ. അപ്പം സ്റ്റാള് എന്ന് വെച്ചാൽ ഡ്രസ്സ്, ഓർണമെന്റ്സ്, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒരു കാർഡൊക്കെ തന്നിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ്. എത്രയോ 200 and something ആയിട്ടുള്ളൂ. പക്ഷെ നൈസായില്ല. വാച്ചും അല്ല, ഒരു ബ്രേസ്ലെറ്റും അല്ലാത്ത ഒരു സംഭവം. അത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കണ്ണൊന്നും വൃത്തിയിട്ടില്ല, ഇനിയുണ്ട്. ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഡ്രസ്സ് ആരും കാണുന്നില്ല, ഈ വാച്ചാണ് കാണുന്നത്. ഇത് എവിടുന്നാ വാങ്ങിച്ചത്, ഈ വാച്ച് എവിടുന്നാ വാങ്ങിച്ചതെന്നാണ് എല്ലാവർക്കും. വാച്ചല്ല, പക്ഷെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു. ഇനി പറഞ്ഞു ഇനിയും ഞാനിത് വേറെ വീഡിയോയിലിടുമ്പോൾ ഇത് ചോദിച്ചിട്ട് വരും.
എന്തെങ്കിലും പറ ലിച്ചു എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാൻ പറയല്ലേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. ചെയ്തല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? എല്ലാരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന അതെ, അതൊരു പോയിന്റ് ആണ്. 6 ലക്ഷം എങ്ങാനും കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സ്, പക്ഷെ വീഡിയോ ആരും കാണുന്നില്ല. ഷോർട്ട് വീഡിയോ കാണും, ലോങ് വീഡിയോ. എന്നിട്ട് ഷോർട്ട് വീഡിയോ കാണുമ്പോ എല്ലാരും ലോങ് വീഡിയോ ഇടും, ലോങ് വീഡിയോ എടുത്താന്നൊക്കെ പറഞ്ഞു വരും. എന്നിട്ട് ലോങ് വീഡിയോ കാണൂല. ലോങ് വീഡിയോ ഇത് ഞാൻ നല്ല ലോങ് ആക്കി ഇടുന്നുണ്ട്. നിങ്ങൾ സമയം പോലെ ഇരുന്ന് കണ്ടോളാം. ഓക്കെ, മാള് അവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട്. എന്ത് മാളൂട്ടിയുടെ കുഞ്ഞാൻറ്റി ചെയ്തത് കണ്ടോ? മാളൂട്ടിയുടെ കുഞ്ഞാൻറ്റി മാളൂട്ടിയുടെ പിഞ്ചോമനയോട് ചെയ്തത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ എല്ലാരും കണ്ടെങ്കിൽ എല്ലാരും കണ്ടിട്ടില്ലെങ്കിൽ എന്റെ വ്ളോഗിൽ കയറി കണ്ടോളൂ പ്ലീസ്. അവരൊന്നും ഇതാക്കിയിട്ട് കാണണ്ട, ഇതിൽ തന്നെ കയറി കണ്ടോളൂ. അതെ, കണ്ടുപിടിക്കണം സ്ഥലം വെക്കാൻ. ഓ, ഞാൻ ഷാനുവിന് ഇഷ്ടമായത് കൊണ്ട് ഷാനുവിന് തരാന്ന് പറയാൻ പോവാ വിചാരിച്ച്. അല്ല, നാളെ പാർട്ടി വെയർ ആണോ? ഞാൻ കാഷ്വൽ ആയിരിക്കും. നീ എങ്ങിട്ട കല്യാണത്തിനോ? ഞാൻ നാളെ പാർട്ടി വെയറാണ്. ഇന്ന ഒരു 4 ആൾ അറിയണതാണ്. അതെ, ആരാണ് 4 ആളെന്നും കൂടെ പറഞ്ഞിട്ട് പോണു. ലിച്ചുവിന് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. 1000 എത്ര? അവിടെ പറയേണ്ട ആവശ്യമില്ല. 1000 ഇത് മെൻഷൻ ചെയ്യാം. അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കാണ് ഇൻസ്റ്റഗ്രാമിലുള്ളൂ. ഞാൻ എന്ത് പറയുന്നത്? യൂട്യൂബിലുണ്ട് അങ്ങനത്തെ എച്ച് വന്നാലുണ്ടല്ലോ ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്തിനാണ് അറിയില്ല, ഞാൻ മണ്ടത്തരാണ് പറയണത്. എനിക്കറിയാം, എനിക്ക് വരെ അറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ അപ്പൊ ഹാപ്പിയാണ്. എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവള് വന്നാല് ഞാൻ ചിരിച്ചോണ്ടിരിക്കും. ഇവള് പറയണേനൊക്കെ എനിക്കത് ഭയങ്കര എനിക്ക് വർക്കൗട്ട് ആവും. ഇവള് മമ്മ എടുത്തോന്നല്ലേ പറഞ്ഞേ? ഈ കേട്ടത് മാറിപ്പോയി. പക്ഷെ ഇതൊക്കെ നിനക്ക് മാച്ച് ആവോ? എനിക്കാണ് ഇങ്ങനത്തെയൊക്കെ മാച്ച് ആവുള്ളൂ. അല്ല ഗൈസ്, നിങ്ങൾ പറയും ഇത് ആർക്കാണ് കൂടുതലായിട്ട് മാച്ച് ചെയ്ത്? കണ്ട മുഖത്തിനോട് വരെ ഭയങ്കര മാച്ച് എനിക്ക്. അങ്ങനെ അവർ പരസ്പരം താലം കൈമാറി. അവര് താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ട ചീസൊക്കെ മെൽറ്റായി ഇങ്ങനെ കിടക്കുന്നുണ്ടോ? നമുക്കിനി ഇതൊന്ന് എടുക്കാൻ നേരത്ത് കഴിക്കാനാവുമ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാണ്ട്. അപ്പം അതുവരെ ഇവിടെ കിടക്കട്ടെ. നേരത്തെ ലിച്ചു പുറത്ത് പോയപ്പോൾ ഉണ്ടാക്കിയത് ഒരു മിററും ഒരു ചോക്ലേറ്റും ഒരു ഫ്രൈം പോലെ, പിന്നെ ഒരു കാർഡ് പേപ്പർ. ചോക്ലേറ്റ്, പിങ്ക് മിറർ. അത് സാരല്ല, നമുക്ക് ഷെയർ ചെയ്യാം. കണ്ണാടി ഞാനോ? ഞാൻ സ്കൂളിൽ പോയേ. അല്ലെങ്കിൽ സ്കൂളിൽ പോകും. നമുക്ക് കാർഡിലാണ്ടോ പിസ്സ ഒക്കെ ഉണ്ട്, വയ്യ അറിയാതെ എഴുതിയത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഗെയിമിന്റെ സ്പെല്ലിങ് ചോദിച്ചു. മമ്മ GAY അല്ലേ, GAY. അപ്പൊ ഞാനാന്ന് പറഞ്ഞേ. എന്നിട്ട് വൈ എഴുതിയപ്പോ ഞാൻ ചെന്നിട്ട് ME ആണെന്ന് പറഞ്ഞപ്പോ ഇവള് കരയാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഗെയിം. വൈ എഴുതിയ കുഴപ്പമില്ല, ഗെയിം. ഇതുണ്ടോ? I love to play game me with ഗേ കഴിഞ്ഞിട്ട് മീ വേറെ എഴുതി. അതെ, ഗേ കഴിഞ്ഞിട്ട് പിന്നെ മീ പ്രത്യേകിച്ച്. അപ്പോഴേക്കും തെറ്റിപ്പോയ വെപ്രളായേ. Dear Lichu, I love you and this is for you. എന്തായാലും For you. ഒരു എക്ലയർ പൊട്ടിച്ച് കഴിക്കില്ല, നോമ്പാണേ. ഇത് ഞാൻ എന്റെ തല മാത്രം നോക്കാൻ കൊണ്ടുവന്നു. ഇതെന്താ? ഇത് സിൽക്കിന്റെ തുണി. നിങ്ങൾക്കൊന്നും തരില്ല. തലയണ കവറോ? ഓഹോ, തലയണ ഞാൻ തരണ്ടേ? എന്നിട്ടല്ലേ നീ അതിട്ടുള്ളൂ? എന്റെ തല മാത്രം നോക്കുള്ളൂ. അതല്ലത്, ഞാൻ ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയത്. ഇത് പറ്റില്ല. ഇത് ഈ തുണി തൊട്ടോ വ്യത്യാസമുണ്ട്. മറ്റേതല്ലേ ഞങ്ങള് തലയിലിടാൻ വാങ്ങിയേ?
അതാവുമ്പോ തലേണ കവറും കൊണ്ട് നടക്കണ്ട, അത് തലയിലിട്ടാ മതിയല്ലോ. തലയിലിട്ടിട്ട് കാര്യമല്ല, മുഖത്തും കൂടെ അങ്ങനെ തന്നെ വേണം. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്കിനി നോമ്പ് തുറക്കുമ്പോ കാണാം അല്ലേ ലിച്ചു? അതെ അതെ. അങ്ങനെ ലിച്ചു എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം. ആദ്യമായിട്ട് എന്താണ് പൊലിച്ചക്ക് അല്ല, ഇപ്രാവശ്യം ആദ്യമായിട്ട്. അവിടെ പൊലിച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അതെ, അങ്ങനെ നോമ്പ് നല്ല ഉഷാറായിട്ട് തുറക്കാൻ വന്നിട്ടുണ്ട്. അതെ. അപ്പൊ എന്താണ് ലിച്ചുവിന് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഉം. ഒന്നുമില്ല. അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല, അതൊരു പാഠമാണ്. അത് ബിരിയാണി ഒക്കെ ഉമ്മച്ചി കൊടുത്തു വിട്ടോ, അവർക്ക് ബസ്സൊന്നും കഴിക്കാൻ പറ്റില്ല. ബിരിയാണി എടുത്ത് തുറന്നപ്പോഴത്തേനും സ്ഥലം എത്തി. എനിക്ക് കിട്ടിയതാണ് ആക്ച്വലി. അലമ്പ് പോലെ ആയിരിക്കും, ഞാൻ കുടിച്ചിട്ട് വരാം. ഓക്കെ, വേറെ എന്നെ കാണും. അപ്പൊ ബസന്തി കുളിച്ച മാതിരിയാവോ? ഇപ്പൊ അങ്ങനെ ആകും മിക്കവാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമില്ല. കണ്ടോ, വേഗം കുളിച്ചിട്ട് വാ കളിക്കാം. ഇത് രാവിലെ മുതൽ കളിക്കാൻ അറിയണ്ട, നോമ്പ് തുറക്കാനായി. വേഗം ഹെൽപ്പ് ചെയ്യുമോ? വേഗം ഹെൽപ്പ് ചെയ്യും. തുടങ്ങി കഴിച്ചു നോമ്പില്ലാത്തവൻ. എടി മാങ്ങ ഫുള്ള് തിന്ന് സാനോ. അതെന്താ ഫ്രൂട്ട്സ് ഒക്കെ കാലിയാവുണ്ടല്ലോ. ആ ഫ്രൂട്ട്സ് പെട്ടെന്ന് കാലിയാവുന്നുണ്ട്. അതിന് പുതിയത് ആളും കൂടി ഉണ്ട് നോമ്പ് തുറക്കാൻ, നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിക്കോട്ടെ എന്ന് കരുതി. ഉറങ്ങി എപ്പോഴാ എണീറ്റ? ഇങ്ങോട്ട് വാ. എന്താ മുടിന്റെ ഒക്കെ കോലം, മുടിയൊക്കെ ഒന്ന് കെട്ടിക്കാം. ഓ ലിച്ചു 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 ലിച്ചു. ഇതെന്താ ഷാനു? എന്താ വരുന്നത്? ദീപം. ഇന്ന് നോമ്പ് തുറക്കാൻ ഷമാം ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിൽ മാങ്ങയൊക്കെ എണ്ണം കുറഞ്ഞു കേട്ടോ ഈ മാളു തിന്നിട്ട്. പിന്നെ മുന്തിരി, ഓറഞ്ചൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് കുറച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സംഭവം. നമുക്കിനി കഴിക്കുമ്പോൾ എന്താവും നോക്കാം. പിന്നെ മൊബിക്കാക്ക് വരുമ്പോൾ കടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ലിച്ചു വന്നത് കൊണ്ട് എക്സ്ട്രാ 2 കടി വാങ്ങി ഞാനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലസാനിയ എങ്ങനെയുണ്ട് നോക്കാം. രസമുണ്ടല്ലേ? ലസാനിയ രസമുണ്ടോ? ഇനിയിത് ഒറിജിനൽ നീ കഴിച്ചു നോക്കണം. ഏകദേശം ആയില്ലേ? പക്ഷെ നമ്മള് ബീഫിന്റെ കഴിക്കല്. ആ ഒരു ജ്യൂസി, ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ടാവും വലിച്ചോ. നീ പറഞ്ഞു എന്നിട്ടാണ് എനിക്ക് കിട്ടാറ്. ഞാൻ പറയില്ല, ഗൈസ് മാളു കുട്ടികൾ ഇങ്ങനെ അപ്പന്മാരെ തല്ലലുണ്ടോ ഗൈസ്? നിങ്ങൾ ഇല്ല നല്ല മക്കളൊന്നും തല്ലൂല. ലിച്ചു കളിക്കാൻ വരുന്നില്ല പറഞ്ഞ് കരയാണ്. രാവിലെ ഒരു വീട് അവിടെ ഉണ്ടാക്കി ലിച്ചുവിനെ വിളിക്കാൻ തുടങ്ങിയത്. എല്ലാം നിന്റെ ഫാൻസ് കാണൂ കേട്ടോ. മാളു എന്ത് ബാഡ് ഗേളാ പറയട്ടെ. ഒരു ഉമ്മ കൊടുക്ക അബ്ബക്കുന്ന അവന്റെ കുഞ്ഞു പൈതലല്ലേ? അടിക്കാൻ പോയതാ, പിന്നെ വേവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്. നോക്കുന്നുണ്ടോ ഗൈസ്? എന്ത് നല്ല മോള. സ്നേഹം കൊണ്ടുള്ള നോട്ടാണ്. കുട്ടിക്ക് ജീവനാണ്. മക്കള് തല്ലണത് അച്ഛൻ നന്നാവാനല്ലേ? അങ്ങനെയാ? ഞാൻ എന്ത് നന്നാവാനാ? എന്താ ലിച്ചുക്കുഞ്ഞാലി ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് കളിക്കാൻ വരാന്ന്. തലവേദന നോമ്പെടുത്തവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് നമ്മള് കേട്ടോ. എന്നാൽ ലിച്ചു ഹാഫ് ആൻ അവർ കളിക്കുക എന്നിട്ട് ഉറങ്ങുക. 15 minutes കളിക്കുക. ഓക്കെ, അന്ന് ചെല്ല്. കുഞ്ഞാൻറ്റീനെ നമുക്ക് ഒഴിവാക്കാം. കുഞ്ഞാൻറ്റീന്റെ ഭയങ്കര ആരാധികയാണ് ഇപ്പൊ കുറച്ചായിട്ട്. എന്താ അറിയില്ല, ഇത്രയും കാലം ഭയങ്കര അടിയായിരുന്നു. ഞങ്ങള് മെഹക് ഫാഷനിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രയർ ഡ്രസ് ആണിത്. ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ലൈസ് ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ മാഡൂസിന് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രയർ ഡ്രസ്സ് വാങ്ങിക്കാം. ഓക്കെ, പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില നിസ്കാര കുപ്പായങ്ങളിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ
കെട്ടണം. പക്ഷെ ഇതിങ്ങനെ വള്ളി ഇങ്ങനെ ഇട്ടാൽ മതി. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയി. ഞങ്ങക്ക് മാച്ച് ചെയ്തിട്ടുള്ള മുസ്സലുണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കും വെച്ച് ഉമ്രക്ക് പോയപ്പോ കൊണ്ടുവന്ന. യെസ്, റെസിപ്പി ഞങ്ങൾ നേരത്തെ കൈ പിടിച്ചു. എനിക്ക് ഞെക്കുന്ന തസ്ബി നമുക്ക് മാലേന്റെ തസ്ബി. ഇതെനിക്ക്, ഇത് മമ്മക്ക്. രണ്ടാളും ഇരുന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. ലിച്ചു ഉറങ്ങിയോ? എന്താ കളിക്കുന്ന ലിച്ചു? എനിക്കറിയില്ല. ഗെയിം പറയുന്നു, വിളിച്ചിട്ട് ജയിക്കുന്നു, ഞാൻ തോക്കുന്നു. അങ്ങനെ പാടില്ല കേട്ടോ മാളു. അങ്ങനെയല്ല. ഇല്ല, ജയിക്കാൻ എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അല്ല, ഇവള് അത് വെച്ച് കഴിഞ്ഞാല് ഇവള് നമ്മള് 2 ടീമും കളിക്കുന്നത്. അവളെ ടീമിലുള്ള ആൾക്കാരും ജഡ്ജ്. അതെങ്ങനെയാ മോള് ശരിയാവാ? ജയിച്ചപ്പോ എനിക്കെന്തോ നിങ്ങൾക്കൊന്നും വിഷമമുണ്ട, ഗിഫ്റ്റ് നമുക്ക് കൂടെ ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങളാണ് മെയിൻ ആയിട്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാം. പക്ഷെ ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ചാൻസ് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഇനി ഫുഡായിട്ടുള്ളതെന്ന് ഉമ്മച്ചി കൊടുത്തിട്ട് ബിരിയാണി ഉണ്ട്, ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇത് ഞാൻ കഴിക്കാൻ പൂതിയായിട്ട് വാങ്ങിച്ചത്. ലിച്ചുവിന് ഇഷ്ടമാണോ പൊരിച്ച പത്തിരി? അത് ഞാൻ കറി കൂട്ടി കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ പത്തിരി ഉണ്ട് പൊരിച്ചത്, പിന്നെ ദോശയുണ്ട്, പിന്നെ നല്ല കോഫി ഉണ്ട്, പിന്നെ മാളോസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. പിന്നെ അമ്മച്ചീൻ്റെ സ്പെഷ്യൽ അച്ചാർ തുറക്കോവി. അമ്മച്ചി ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടത്. അതുകൊണ്ട് ഞാൻ ബിരിയാണി കുറെ കഴിച്ച അച്ചാറും കൂട്ടി. എന്താ വായിക്കണോ? സ്റ്റോറി ആണോ? ഒന്ന് വായിക്കാൻ നോക്കട്ടെ, വായിക്കാറിയൊന്നു. ഓക്കെ ഗായ്സ്, അപ്പം ഈ നോമ്പും അൽഹംദുലില്ലാ ഞങ്ങൾ അങ്ങനെ നല്ല ഉഷാറായിട്ട് തുറന്നിരിക്കുകയാണ്. അപ്പം ഇനി എന്താ, ഇനിയൊന്നുമില്ല, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ലിച്ചു ബൈ പറ. ലിച്ചു ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ. ലിച്ചു ഞാൻ വ്ളോഗർ ആക്കട്ടെ. ഞാൻ പറഞ്ഞു നേരത്തെ. ആ, നീ പറഞ്ഞിരുന്നല്ലേ, ഇടക്കിടക്ക് പറയണോ. മാളൂസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വായനയിലാണ്. അപ്പം എന്തായാലും നമുക്ക് പിന്നെ കാണാം. ബൈ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. അതിടും. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.